ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ? വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ പുതിയൊരു വേർഷൻ. അതായത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവത്തിൽ നിന്നും ഒരു കാര്യത്തിൽ നിന്നുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ചോറ് കൊണ്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇതാദ്യമായിട്ടാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ചോറ് നല്ല വേവിച്ച അരി ചോറാക്കിയത് നമ്മൾ ജാറിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു കപ്പ് പാലും, ഒരു കപ്പല്ല, നിങ്ങൾ കണ്ടില്ലേ ഈ ചെറിയ കപ്പിന് ഒരു കപ്പ് പാലും നമ്മളെടുത്തിട്ട് നല്ലോണം മിക്സിയിലൊന്ന് ഒരു തരിയും കൂടാതെ അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മളതൊരു ഫ്രൈ പാനിലേക്ക് മാറ്റിയിട്ട് കുറച്ച് പാൽപ്പൊടിക്ക് പകരം ചിലർക്ക് വേണമെങ്കിൽ ഇവിടെ അരിപ്പൊടി ചേർക്കാം. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റായിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് പാൽപ്പൊടി ആഡ് ചെയ്തതാണ്. പാൽപ്പൊടി നമ്മൾ പാല് ചേർത്തിട്ട് തന്നെ നല്ലോണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യാം. വാനില എസൻസ് നിർബന്ധമൊന്നുള്ള കാര്യമല്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പാനിൽ ഒഴിച്ച് വെച്ച ആ ചോറ് അരച്ചതിൽ അതിലേക്ക് അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് ചോറ് അരച്ചതായതുകൊണ്ട് പെട്ടെന്ന് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം നല്ലോണം കൈ എടുക്കാതെ ഇളക്കി കൊടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഇത് കുറുക്കിയെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ നല്ലോണം ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കണം. ഇളക്കി കൊടുക്കൽ നിർത്താനേ പാടില്ല. ഇത് അടുപ്പത്ത് വെച്ച് നമ്മൾ മറ്റു പണിക്കൊക്കെ പോയാൽ പണി കിട്ടും. അതുകൊണ്ട് നമ്മളിത് നല്ലോണം ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇളക്കൽ നിർത്താൻ പാടില്ല കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി നമ്മളിത് അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചിട്ട് ചൂടാറിയ ശേഷം നമ്മളൊരു ബൗളിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളമില്ലാതെ എന്നാൽ അത്ര ടൈറ്റ് ആകാത്ത രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. ഇനി ഒരു വിസ്കോ അല്ലെങ്കിൽ ബീറ്ററോ എന്തെങ്കിലും എടുത്തിട്ട് നമ്മളിതൊന്ന് നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഒരു ചിലവും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റിയ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. എന്തൊരു സിമ്പിളല്ലേ. ഇതാണ് ഇതിൻ്റെ ഒരു ലാസ്റ്റ് പൊസിഷൻ. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് ഉപയോഗിക്കാം. അടിപൊളിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നത് വരെ ബൈ.